കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ജമന്തി പൂവിന് എത്ര രൂപയാ? 30 രൂപയ്ക്ക് തരാം. 30 രൂപ എന്തിനാ? ഒരുപാട് കൂടുതലാണല്ലോ. കളിയാക്കുകയാണോ? പിന്നെ എന്ത് പറയാനാ, സിറ്റിയിൽ പോലും ഇല്ലാത്ത റേറ്റ് ഇവിടെ പറഞ്ഞാൽ എങ്ങനെയാ? എന്താ മോളെ ഇത്, പുണ്യസ്ഥലത്ത് വന്നിട്ട് വില പേശുന്നത്? പുണ്യത്തിന് വേണ്ടി അമ്പലത്തിൽ വന്നവരെ ഇങ്ങനെ പറ്റിക്കാൻ പാടില്ല. മൊത്തം എത്രയായി? മൊത്തം 200 രൂപയായി മോളെ. മൊത്തം എന്ന് പറഞ്ഞാലേ ഈ കടയുടെ മുഴുവൻ വിലയല്ല ചോദിച്ചത്. എന്താ ഇത്, 200 രൂപയ്ക്ക് കട മൊത്തം കിട്ടുമോ നിനക്ക്? അങ്ങനെ എല്ലാം കൂടി അടിച്ചോണ്ട് പോവേണ്ട ആവശ്യം നിങ്ങൾക്കാ, അതുകൊണ്ടാ ഇത്രയും റേറ്റ് ഒക്കെ പറയുന്നത്. ശരി, എത്ര തരാൻ പറ്റുമെന്ന് പറയേ, വേറെ ആൾക്കാർ നിക്കുക. ഒരു 100 രൂപ തരാം. എന്താ മോളെ, പാതിയല്ലേ ആയുള്ളൂ? അത്രേ തരത്തുള്ളൂ. വേണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ഞാൻ വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചോളാം. ശരി, എന്താന്ന് വെച്ചാ താ. അത്രേ ഉള്ളൂ. മേഡം, എന്താ വേണ്ടത്? ഒരു തേങ്ങ വേണം, പൂ വേണം, പിന്നെ അഗർബത്തിയും. എത്രയായി? 200 രൂപ. നിങ്ങൾ നിക്ക ആന്റി. എന്താ ചേട്ടാ, പിന്നെയും പറ്റിക്കാൻ നോക്കാണോ? ഞാൻ ആരെ പറ്റിച്ചെന്നാ? ഇപ്പൊ പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഞാൻ എന്തൊക്കെയാണോ വാങ്ങിയത് അത് തന്നെയല്ലേ അവര് വാങ്ങുന്നേ. എനിക്ക് 100 രൂപയ്ക്ക് തന്നിട്ട് അവർക്ക് 200 രൂപയ്ക്ക് വിൽക്കാൻ നോക്കുന്നോ? മോളെ, അവര് വിലപേശയൊന്നും ചെയ്തില്ലല്ലോ. വിലപേശ നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റിന് അങ്ങ് വിൽക്കുവോ? എന്താ ആന്റി ഇങ്ങനെ മിണ്ടാൻ നിൽക്കുന്നേ? അയാൾ എന്ത് റേറ്റ് പറഞ്ഞാലും നിങ്ങൾ അതങ്ങ് എടുത്ത് കൊടുക്കാൻ പാടുണ്ടോ? വിലപേശി വാങ്ങിച്ചില്ലെങ്കിലേ സ്വത്ത് മുഴുവനും എഴുതി വാങ്ങും ഇവര്. അതെ മോളെ, എന്റെ കയ്യിലുള്ള കാറും ബംഗ്ലാവും എല്ലാം അങ്ങനെ വാങ്ങിയതാ. ക്ഷേത്രത്തിന് മുന്നിലാ കട വെച്ചിരിക്കുന്നത്, കണ്ണങ്ങ് പോയി കിട്ടും. ശരി മോളെ, അവരുടെ കയ്യിൽ നിന്നും നിന്റേന്ന് വാങ്ങിയ പോലെ 100 തന്നെ വാങ്ങാം. അങ്ങനെ വഴിക്കുവാ. ജയന്തി, ആ പെൺകുട്ടി എത്ര സാമർത്ഥ്യത്തിലാ സംസാരിച്ചേ? ഇതെന്ത് സാമർഥ്യം എന്നാ പറയുന്നേ? ക്ഷേത്രത്തിൽ വന്നിട്ട് വിലപേശാൻ നിൽക്കുവോ? പെൺകുട്ടികൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ പാടുണ്ടോ? ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് ആരെങ്കിലും ചിലവാക്കാൻ മടിക്കുവോ? ഒരു 100 രൂപ അധികം കൊടുത്താ എന്ത് നഷ്ടം വരാനാ? എന്തൊരു വായാടിയാണെന്ന് നോക്ക്. നമ്മുടെ ഭാവന ഒരു പാവം പെൺകുട്ടി ആയതുകൊണ്ട് മറ്റു പെൺകുട്ടികൾ എങ്ങനെ ഇരിക്കുന്നെന്ന് നിനക്കറിയില്ല ജയന്തി. ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ജയന്തി. കാശിന്റെ കാര്യത്തിൽ കുറച്ച് പിശുക്ക് കാണിക്കും. ഇതിന്റെ പേര് പിശുക്കെന്നല്ല, അധിക പ്രസംഗമെന്നാ പറയേണ്ടത്. നിനക്ക് അങ്ങനെയാണോ തോന്നുന്നത്? ശരി, നിനക്ക് ഇതുപോലുള്ളൊരു മരുമകൾ വന്ന എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു പെൺകുട്ടി എന്തായാലും എന്റെ മരുമകളായിട്ട് സ്വീകരിക്കില്ല. ഒരു പക്ഷെ ഇവള് തന്നെ വന്നിരിക്കട്ടെ, അപ്പൊ നീ എന്ത് ചെയ്യും? അതാ സത്യം, ഇവള് തന്നെയാണ് മരുമകൾ. അച്ഛനെന്താ ഒറ്റയ്ക്ക് വരുന്ന? അമ്മ എവിടെ പോയി? നിന്റെ അമ്മ മരുമകൾ അന്വേഷിച്ചു പോയിരിക്കുക. ഭാവന നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഈ മരുമകളല്ലടാ, വരാൻ പോകുന്ന മരുമകൾ. വേറൊരു മരുമകളോ? അച്ഛൻ പറയുന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അഭിയുടെ കല്യാണം വേഗം നടക്കാൻ വേണ്ടി മരത്തിൽ പട്ട് ചാർത്താൻ പോയിരിക്കുക. അപ്പൂപ്പ, അമ്മൂമ്മ ഇവിടെ എന്താ ചെയ്യുന്നേ? നമുക്ക് നല്ലത് വരാൻ പട്ട് ചാർത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണോ? എന്റെ വസുവിന് നല്ലൊരു ഭർത്താവിനെ കിട്ടണം, അവളെ നന്നായി നോക്കുന്ന ഒരാളെ. വസുവിന്റെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടുകളെല്ലാം മാറണം. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മറ്റൊരു കല്യാണത്തിന് അവളെ സമ്മതിക്കണം. ഇനിയെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ അവളെ അവിടുന്ന് അനുഗ്രഹിക്കണം.
വാങ്ങിച്ചു ആൻറ്റി. ഒരുപാട് നന്ദിയുണ്ട് മോനെ. രണ്ടാമത്തെ തവണയാ നീ ഞങ്ങളെ രക്ഷിക്കുന്നേ. രണ്ടാമത്തെ തവണയോ? ആ അതെ മോനെ. ആദ്യം എന്റെ കൊച്ചുമോനെ, ഇപ്പൊ ഇത് താഴെ വീഴാതെ രക്ഷിച്ചു. ഓ, ഇറ്റ്സ് ഓക്കെ ആൻറ്റി. ടേക്ക് കെയർ. അച്ഛനും ചേട്ടനൊക്കെ എവിടെ അമ്മേ? ക്ഷേത്രത്തിനുള്ളില്ല. ശരി വാ. നീ പൊയ്ക്കോ, ഞാനിത് കിട്ടിയിട്ട് വരാം. ശരി അമ്മേ. നിങ്ങളുടെ മകനാണോ? അതെ, എന്റെ മോന. വളരെ നല്ല പയ്യനാണ്. അതെ. നിങ്ങളുടെ കുടുംബമൊക്കെ എവിടെ? ദാ ഇവിടെയുണ്ട്, ഭർത്താവും കൊച്ചുമോനും. നമസ്കാരം. മകളുണ്ട്, അവള് പൂജയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയി. വാങ്ങിക്കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരും. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. ശരി, ആയിക്കോട്ടെ, നമുക്ക് പോവാം. അഖിൽ, അവർ ഈ ക്ഷേത്രത്തിലേക്കല്ലേ വന്നെന്ന് പറഞ്ഞത്, എന്നിട്ട് കാണാനില്ലല്ലോ. ആരെയാ നോക്കുന്ന ഭവനെ? ആരായിരുന്നു? നിങ്ങൾക്കെന്താ? ഞാനും അവിടെ തന്നെ നോക്കുന്ന ഏട്ടത്തിയമ്മേ. അതിന് നീ ഫോണിലല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഈ സമയത്ത് ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന എങ്ങനെയാ? അവരെവിടെയാ നോക്ക്. നോക്കിയേ, അവര് വരുന്നുണ്ട്. എവിടെ എവിടെ വരുന്നു? അതെന്നെ, അഭിയും അനുവും കീർത്തിയും. ഞങ്ങൾ അന്വേഷിക്കുന്നത് അവരൊന്നും അല്ല. നിങ്ങൾ വേറെ ആരെയാ നോക്കുന്നേ? നിങ്ങൾക്കറിയില്ല. കുറച്ചു നേരം ഒന്ന് മിണ്ടാ നിക്കോ. നിന്നെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല. എന്നെ പോലൊരു ഭാര്യ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും കുഴപ്പമില്ല. ചീത്ത പറയണോ പ്രശംസിക്കാണോ? ഏട്ടന് എന്താണ് തോന്നുന്നത് അതുപോലെ. മുത്തശ്ശിയുടെ കൂടെ ഇരിക്കണമെന്നല്ലേ പറഞ്ഞത്? ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നാൽ കാണാതാവില്ലേ? എന്താ അഭി ഇത്രയും വൈകിയത്? കുട്ടികളെ റെഡിയാക്കി ഇറക്കാൻ താമസിച്ചു, അതാ ലേറ്റായി പോയി. അതുകൊണ്ടല്ലേ കുട്ടികളെ ചേട്ടത്തിന്റെ അടുത്ത് വിട്ടിട്ട് പോകാൻ പറഞ്ഞേ? നിങ്ങളൊക്കെ ഇവിടെ നിൽക്കായിരുന്നോ? ആ അമ്മേ, അവിടെ ചാർത്തി കഴിഞ്ഞോ? ആ, ചാർത്തി കഴിഞ്ഞു. ഒന്നിങ്ങി വന്നേ. അവരെങ്ങോട്ടാടാ പോകുന്നത്? അതാ എനിക്കൊന്നും മനസ്സിലാവാതെ. നീ പറഞ്ഞ ആ പെൺകുട്ടിയുടെ അമ്മയെ ഞാൻ ആ മരത്തിനടുത്ത് കണ്ടു. ആണോ അമ്മേ? ആ പെൺകുട്ടിയെ കണ്ടായിരുന്നോ? ആഹാ, ഇല്ല. അവിടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോൾ അവിടെ ഉണ്ടോന്ന് നോക്കി, പക്ഷെ അവിടെ കണ്ടില്ല. ഞാനും അഖിലും കൂടി ഇത്രയും സമയം അവളെ തന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. കുറച്ചു സമയം മുമ്പ് അവരുടെ കയ്യിലുണ്ടായിരുന്ന പട്ട് താഴേക്ക് വീണു. അപ്പൊ അബിയ പിടിച്ചത്. സത്യമാണോ അമ്മേ? നമ്മുടെ അബി അവരെ ഇതുവരെ 2 തവണ സഹായിച്ചിട്ടുണ്ടത്രേ. ഇപ്പോഴെങ്കിലും വിശ്വാസമായി അമ്മയ്ക്ക്? അബിക്കും അവൾക്കും എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന്. ഞാൻ ആ പെൺകുട്ടിയെ കാണുന്നത് വരെ വിശ്വസിക്കില്ല. അമ്മ അവളെ കണ്ടു കഴിഞ്ഞാല് ഉറപ്പായിട്ട് ഫിക്സ് ചെയ്യും അവൾ അമ്മയുടെ മരുമകളെന്ന്. അത് ഞാൻ കണ്ടതിന് ശേഷമേ പറയാൻ കഴിയൂ. ആ വസു, ഉണ്ണി, നിങ്ങൾ രണ്ടുകൂടെ ഇരിക്കെ. ഞാനും അച്ഛനും പോയി വ്രതത്തിന് എന്തൊക്കെയാ വേണ്ടെന്ന് ചോദിച്ചിട്ട് വരാം. ശരി അമ്മ, വാ ഉണ്ണി. അല്ല ചേട്ടാ, നമുക്ക് പോയി അബിയുടെ ഫാമിലി ഒന്ന് കണ്ടിട്ട് വന്നാലോ? എന്തിനാണെന്നോ? നമ്മുടെ വസുവിനെ അബിയുമായി കല്യാണം ആലോചിക്കാൻ. ആദ്യം വന്ന ജോലി കഴിയട്ടെ, നിനക്ക് എല്ലാത്തിനും ധൃതിയാ. ധൃതി വെക്കരുതെന്ന് പറഞ്ഞ എങ്ങനെയാ അമ്മേ? ആരെ കഞ്ഞി പഴങ്കഞ്ഞി എന്നല്ലേ പറയാറുള്ളത്? നമ്മുടെ അബിക്കും വ്രതം അനുഷ്ഠിക്കാനുള്ളതല്ലേ അമ്മേ? എന്ന് വെച്ചാ ഇവിടെ വെച്ച് തന്നെ രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ച് അബിയെ വ്രതം അനുഷ്ഠിപ്പിക്കാമെന്നാണോ നീ പറയുന്നത്? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. കൂടെ ഭാര്യ ഇരിക്കാതെ അബിക്ക് പൂജയിൽ പങ്കെടുക്കാവോന്ന് ക്ഷേത്രത്തിൽ ചോദിച്ചാലോ അമ്മേ? അതും ശരി തന്നെയാ. വാ, പോയി ചോദിക്കാം. ഭർത്താവില്ലാതെ
എന്റെ മകൾക്ക് ഈ പൂജയ്ക്ക് ഇരിക്കാൻ കഴിയോ? തീർച്ചയായും ഇരിക്കാവുന്നതാണ്. ഇത് ദൈവത്തിന്റെ കാര്യമല്ലേ, ഒരു നല്ല കാര്യം. മാത്രവുമല്ല, സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ സീതാദേവിയുടെ സ്വർണ്ണ വിഗ്രഹം വെച്ചുകൊണ്ടാണ് അശ്വമേധയാഗം പോലും നടത്തിയത്. ദൈവം തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ അവരെ പിന്തുടർന്ന് മനുഷ്യരായ നമുക്കും അത് ചെയ്യാവുന്നതാണ്. നമ്മുടെ കയ്യിൽ സ്വർണ്ണ പ്രതിമ ഇല്ലെങ്കിലും അവരവരുടെ സൗകര്യം പോലെ മണ്ണുകൊണ്ടുണ്ടാക്കിയ പ്രതിമയായാലും മതി. ഒരു കല്യാണ പയ്യന്റെ പ്രതിമ കൊണ്ടുവരണം. പക്ഷേ കല്യാണ പെണ്ണിന്റെ പ്രതിമ പയ്യൻ തന്നെ കൊണ്ടുവരണം. അപ്പൊ പിന്നെ എന്ത് ചെയ്യോമേ? ഇതിന് വാസു ഒരിക്കലും സമ്മതിക്കില്ല. നീ തന്നെ അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം ഭാവന. ആ കാര്യങ്ങളെല്ലാം എനിക്ക് വിട്ടേക്കൂ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എടാ, അമ്മയും ഭാവന എവിടെ പോയടാ? അവരാരെയോ അന്വേഷിച്ചോണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതാരേടാ? അതല്ലേ എനിക്കും അറിഞ്ഞൂടാത്തത്. ഓ, നിന്റെ അടുത്ത് തന്നെ ചോദിച്ചാലോടാ. ക്ഷേത്രത്തിലെ പൂജാരി എന്താ പറഞ്ഞാ? അത് പിന്നെ നീ തന്നെ പറയൂ സുശീല. നിങ്ങൾ ആരും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനെങ്ങനെ മനസ്സിലാക്കാനാ? അബി, നീ ഒരു കല്യാണ പെണ്ണിന്റെ രൂപത്തിലെ പാവ വാങ്ങിട്ട് വരോ? കല്യാണ ചെക്കന്റെ പാവ എന്തിനാമേ? എന്താ മോളെ, എല്ലാം വിശദീകരിക്കണോ? പറഞ്ഞില്ലെങ്കിൽ നീ വാങ്ങിട്ട് വരില്ലേ? ഒരു ചാൻസും ഇല്ല. നമ്മുടെ അഭി ഒരിക്കലും അങ്ങനെ ചെയ്യുന്നു തോന്നുന്നില്ല. ഏട്ടത്തി അമ്മയുടെ ബുദ്ധി നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഏട്ടാ. എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. ഞാൻ വാങ്ങാൻ പോവില്ല. നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. അഖിലിന്റെ അടുത്ത് പറഞ്ഞ് ആ കല്യാണ പെണ്ണ ബൊമ്മ വാങ്ങിച്ചിട്ട് വരാൻ പറ. ഞാൻ നിന്നോടല്ലേ പറഞ്ഞേ, അപ്പൊ നീ അച്ഛനോട് വാങ്ങി വരാൻ പറയുന്നോ? അത് ശരിയാ. എന്തൊക്കെ പറഞ്ഞാലും എത്ര സ്നേഹിച്ചാലും ഞാൻ അന്യ വീട്ടിൽ നിന്ന് വന്നതല്ലേ. എന്റെ വാക്ക് നീ എന്തിനാ കേൾക്കുന്നല്ലേ? അമ്മായി ആയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നേ. സ്വന്തം അമ്മയായിരുന്നെങ്കിലോ നീ ഉടൻ തന്നെ പോയി വാങ്ങിട്ട് വരില്ലായിരുന്നോ? അയ്യോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മായി അമ്മായി എന്ന് പറയല്ലേ. ഞാൻ വാങ്ങിട്ട് വരാം. ഏട്ടത്തി അമ്മ എനിക്ക് വേറെ വേറെ അല്ല, രണ്ടുപേരും ഒന്നാണ്. ആ കല്യാണ പെണ്ണിന്റെ പാവം ഞാൻ തന്നെ വാങ്ങിട്ട് വരാം. അത് കണ്ടോ ഏട്ടാ, അബി ഏട്ടനെ കൊള്ളേണ്ട അടുത്ത് എന്നെ കൊള്ളിച്ചു. അതാണ് ഏട്ടത്തിയമ്മയുടെ ബുദ്ധി. അങ്ങനെയൊന്നുമില്ല. എന്തോ ഭാഗ്യത്തിന് 1-2 തവണ ശരിയായിന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും ഏട്ടത്തിയമ്മയ്ക്ക് ബുദ്ധിയുണ്ടെന്ന് സമ്മതിക്കരുത്. നിങ്ങൾക്ക് തീരെ ബുദ്ധിയില്ല ഏട്ടാ. ചോലപ്പെണ്ണേ നീ ഒഴുകിപ്പോയി കാടോടൊരു വാക്കും മിണ്ടാതെ എത്ര നാളും നീലാവും മാഞ്ഞാലും നിന്നോർമകളിൻ ആ കല്യാണച്ചക്കന്റെ പാവ ഇങ്ങി തരുമോ? പൊൻവെയിൽ ഒരു പോലെ കൊണ്ടില്ലേ നാമം കല്യാണ പയ്യന്റെ പാവ മാത്രം വാങ്ങിയാൽ കല്യാണ പെണ്ണിന്റെ പാവ ആര് വാങ്ങും? ആ കല്യാണ പെണ്ണിന്റെ പാവയും എടുത്തേക്ക്. നിറഞ്ഞില്ലേ ചോലപ്പെണ്ണേ നീ ഒഴുകിപ്പോയി കാടോടൊരു വാക്കും മിണ്ടാതെ. അത് അവിടെ വെക്കണമെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് പൂജ തുടങ്ങിയാലോ? ആയിക്കോട്ടെ.
ഇതോടെ സത്യനാരായണ വ്രതവും പൂജയും കഴിഞ്ഞിരിക്കുന്നു. ഈ പാവേനെ എന്താ ചെയ്യണ്ടേ? ആ മരച്ചോട്ടിൽ കൊണ്ടുവച്ചോളൂ. അത് അഭി തന്നെയല്ലേ കൊണ്ടുവെക്കേണ്ടത്? അങ്ങനെ നിങ്ങൾ തന്നെ പറയുന്നതാണോ അതോ എന്റെ അമ്മയും അച്ഛനും പറയാൻ പറഞ്ഞിട്ട് പറയുന്നതാണോ? അങ്ങനെ ആരെങ്കിലും കൊണ്ടുവച്ചാൽ പോരാ, നിങ്ങൾ തന്നെ ആ മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവയ്ക്കുന്നതാണ് ശരി. നിങ്ങളെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും വിടത്തില്ലല്ലേ? സ്വാമി പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുവയ്ക്കാം. ഈ പ്രതിമയെ ആ മരച്ചുവട്ടിൽ കൊണ്ടുവയ്ക്കൂ. ഹേ ഗേൾസ്, ഈ പഴത്തൊലി ഇവിടെ ഇട്ട നിങ്ങളാണോ? അതെ, ഞങ്ങളാ. അതിനിപ്പോ എന്താ? ഈ പഴത്തൊലി ഒന്നും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്ന സ്ഥലത്ത് എറിയാൻ പാടില്ല. ആരെങ്കിലും ഒക്കെ തെന്നി വീഴില്ലേ? ഇത് എടുത്തോണ്ട് പോയി ഇപ്പൊ തന്നെ ഡസ്റ്റ്ബിനിലോട്ട് ഇട്ടെ. ശരിയല്ലേ? അതെടുക്കല്ലേ. ഇതൊക്കെ ഞങ്ങളോട് പറയാൻ നീ ആരാ? നല്ല കാര്യങ്ങള് ആർക്ക് വേണമെങ്കിലും പറയാൻ നിന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ പോയി അമ്മയോട് തന്നെ പറയ്, ഞങ്ങളോട് പറയണ്ട. എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിങ്ങളുടെ പാരന്റ്സ് എവിടെ പോയി? എവിടെയാണെങ്കിൽ നിനക്കെന്താ? നീ നിന്റെ കാര്യം നോക്ക്. എന്തിനാണ് നീ വഴക്കുണ്ടാക്കുന്നേ? ഇവള് കണ്ടിട്ട് ഗുഡ് ഗേൾ ആണല്ലോ. നീ എന്താ ഇങ്ങനെ ബാഡ് ഗേൾ ആയി പോയത്? അല്ല, ഇവളും ഗുഡ് ഗേളാ. എന്താ നിങ്ങളിവിടെ വഴിതെറ്റി നടക്കുവാണോ? ഞാൻ നിങ്ങളെ നിങ്ങളുടെ പാരന്റ്സിന്റെ അടുത്തേക്ക് ആക്കണോ? എന്താ നീ വലിയ ആളെ പോലെ സംസാരിക്കുകയാണല്ലോ. നിങ്ങളുടെ ചേട്ടനെ പോലെ പറയുന്നതല്ലേ? ഞങ്ങൾക്ക് അതിന് ചേട്ടനില്ല. അതല്ലേ ഞാൻ ചേട്ടനെ പോലെ സംസാരിക്കുന്നേ. എനിക്ക് നിന്നെ പോലെ ചേട്ടനെ കിട്ടിയാ ചട്ടുകം വെച്ച് പൊള്ളിച്ചേനെ. നിന്നെ പോലെ അനിയത്തിയെ എനിക്ക് കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ, ഞാൻ ചോരിൽ ആണി അടിച്ചു വെച്ചേനെ. കാത് ഞാൻ അങ്ങ് പൊന്നാക്കിയേനെ. നീ പോടാ. നീ പോടി ഒന്ന്. ഭഗവാനെ, എന്റെ അച്ഛനും അമ്മയും എന്താ പ്രാർത്ഥിക്കുന്നെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ പ്രാർത്ഥനയൊന്നും കേൾക്കല്ലേ. എനിക്ക് എപ്പോഴും എന്റെ അച്ഛനും അമ്മയുടെയും കൂടെ തന്നെ ഇരുന്നാ മതി. എന്റെ പ്രാർത്ഥന മാത്രം കേട്ടാ മതി. സർ, എന്താ സാർ ഇത്? പാവയെ ഇവിടെ വെച്ചിട്ട് പോവാണോ? ഇവിടെ കൊണ്ടുവയ്ക്കാനാ സ്വാമി പറഞ്ഞത്. അങ്ങനെ തനിയെ ഇവിടെ വെക്കുന്നത് ശരിയല്ല സർ. അതാ അവിടെ ആ പാവയോടൊപ്പം ചേർത്ത് വെക്കൂ. ജോഡിയായിരിക്കുമല്ലോ. ഇപ്പൊ കണ്ടില്ലേ, പാവകളെ കാണാൻ എന്ത് ഭംഗിയാ.
എന്റെ കല്യാണം നടക്കാതിരുന്ന ഞാൻ ഇതുപോലെ 100 പട്ട് ചാർത്താം.